ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ മാൽദീവ്സിൽ മാലെ സിറ്റിയിലാണ് കേട്ടോ. അപ്പോൾ മാൽദീവ്സിൽ വന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഐലൻഡ് ലൈഫ്. അപ്പോൾ ഞങ്ങൾ ഒരു ഐലൻഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അതായത് മോസസിൻ്റെ ചേട്ടനുള്ള ഒരു ഐലൻഡ്. അതായത് നമുക്ക് ഇവിടുന്ന് ഒരു 24 മണിക്കൂർ യാത്രയുണ്ട്. 24, അതായത് 18 തൊട്ട് 24 മണിക്കൂർ വരെയാണ് നമുക്ക് യാത്ര വരുന്നത് ബോട്ടിൽ, കടലിൽ കൂടി. അപ്പോൾ ആ ഒരു ബോട്ട് യാത്ര നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ പോകുന്നത് ഫിലുദു എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്ക് കേട്ടോ. മോസസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളെല്ലാം എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇവിടെ ജെട്ടി ഉണ്ട്. ജെട്ടിയിൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് ഒക്കെ ആയിട്ട് നമ്മൾ നേരെ ജെട്ടിയിലേക്ക് പോകുന്നു. ജെട്ടിയിൽ നിന്ന് നമ്മൾ നേരെ ഫിലുദു എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ബോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ എ സി ബോട്ടാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. ഇവിടുത്തെ മെയിൻ ഒരു പ്രത്യേകത ഇതാണ്. ഇവിടുത്തെ ഇപ്പോൾ ചേട്ടൻ നടുക്കാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. ബാക്കി വണ്ടിക്കാരൊന്നും മിണ്ടൂല കേട്ടോ. പോവില്ല. കാരണം അത് തൊട്ടടുത്താ. ഇവിടെ എങ്ങോട്ട് വിളിച്ചാലും 30 റുപ്യ 60 റുപ്യ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മളിതാ നമ്മുടെ ബോട്ടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ. മെഗാഹോറ എന്ന് പറയുന്ന ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. പൊള്ളി സാധനം കേട്ടോ. സൈഡൊക്കെ നോക്കി ഫുള്ള് സാധനങ്ങൾ അടുക്കി വെച്ചേക്കുക. അതായത് ഐലൻഡിലേക്കുള്ള സാധനങ്ങൾ ഫുള്ള് കൊണ്ടുവന്നില്ല. ആൾക്കാർ കുറവായിരിക്കും, പക്ഷേ സാധനങ്ങൾ കണ്ടവനുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സാധനങ്ങളും കൂടി കയറ്റുക, പോവാം. അത്രേ ഉള്ളൂ പരിപാടി. 11 മണിയാവും ബോട്ട് എടുക്കാൻ വേണ്ടിയേ. നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ നമ്മുടെ പേരും കാര്യങ്ങളും എഴുതണം കേട്ടോ. താഴത്തെ ലഗേജ് രണ്ടും ഫ്രീ ആണ്. ഇതിന് നമുക്ക് ചെറിയൊരു പേയ്മെൻറ്റ് വരും കേട്ടോ. അപ്പോൾ അത് അവിടെ ആൾക്കാരങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ കയറാൻ വേണ്ടിയുള്ളതാണ്. സാധനം ഒരുപാട് ആൾക്കാരൊക്കെ കൂടുതൽ ഇതിൽ ലഗേജാണ് പോകുന്നത് കേട്ടോ. വളം, അവിടെയുള്ള അങ്ങോട്ടുള്ള സിമെൻറ്റ്, അരി, അങ്ങനത്തെ എല്ലാവിധ സാധനങ്ങളും ഇതിൽ പോകുന്നുണ്ട്. ഈ കാണുന്ന സാധനങ്ങൾ മൊത്തം ഈ ബോട്ടിൽ കയറാനുള്ള കേട്ടോ. അപ്പം നമ്മുടെ ഇനി ഇത് എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെയും കൂടെ എടുക്കുള്ളേ. എന്തോരം വണ്ടികൾ ഇതേപോലെ ഓരോ ബോട്ടിലേക്കും കയറാൻ വേണ്ടി നിൽക്കുന്നതെന്നുണ്ടോ. ഓരോ ലഗേജ് ഓരോ ഐലൻഡുകളിലേക്ക് പോകുന്ന വണ്ടികളാണോ. നമുക്ക് ഏതാണ്ട് 18 തൊട്ട് 24 മണിക്കൂർ വരെ പറയുന്നത്. അത് ഏതെങ്കിലും ഒരു ഐലൻഡിൽ, ഇതിനിടയ്ക്ക് 1-2 ഐലൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഐലൻഡിൽ ലേറ്റ് ആയെങ്കിൽ മാത്രമേ നമ്മൾ 24 മണിക്കൂർ വരെ ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ എത്തും കേട്ടോ. ഇവിടുത്തെ രസം അതാണ് കേട്ടോ. ഇവനെന്ത് ഇങ്ങനെ കിടന്ന് കറങ്ങണേ. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മുടെ ബോട്ടിൽ കയറാനുള്ള സാധനമാണ്. എനിക്ക് തോന്നുന്നു ഒരു 2-3 ലോറിയിൽ കയറുന്ന സാധനങ്ങൾ ഈ നമ്മുടെ പോകുന്ന ബോട്ടിൽ കയറുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ആസ്പെറ്റോസ് അല്ല, അലുമിനിയം ഷീറ്റ്. ഇതുണ്ടോ മെഹദൂ എന്ന് പറഞ്ഞാൽ മെഹദൂ എന്ന് പറഞ്ഞാൽ അതായത് ഹസാറു, അതൊക്കെ വേറെ സ്ഥലത്തേക്ക് പോകുന്ന ബോട്ടാണ് കേട്ടോ. ഇതെല്ലാം താഴെ ഫുള്ള് ലോഡായിരിക്കും, മേളിലാണ് നമ്മളിരിക്കുക. എന്തായാലും നമുക്ക് നോക്കാം. ഇതുണ്ടോ ഇവിടെ തന്നെ എത്ര സാധനങ്ങളുണ്ടെന്ന് നോക്കിയാൽ. പച്ചക്കറി സാധനങ്ങൾ, ലഗേജുകൾ വേറെ, അതെല്ലാം ഇതിൻ്റെ അടിവശത്ത് കയറ്റും കേട്ടോ. ഫുള്ള് ഇതിൻ്റെ അടിവശത്ത് കയറ്റിയിട്ട് മേളിലാണ് നമ്മളെ ഇരുത്തുക. അയ്യോ നോക്കി എന്തോരം പച്ചക്കറി സാധനങ്ങളൊക്കെയാണ്. ഫുള്ള് സാധനങ്ങൾ നോക്കി. ഇവിടെയൊക്കെ ഉള്ള 5 ലോറിക്കുള്ള സാധനങ്ങളുണ്ട്. 5 ലോറി ആണോ? ആയിരിക്കില്ല. അതിന് കൂടുതലുള്ള സാധനങ്ങൾ ഇതിൽ തന്നെ കയറ്റും കേട്ടോ. കരിക്ക് വരെ കരിക്കൊക്കെ കൊണ്ടുപോകും. അതിൻ്റെ ആവശ്യം കരിക്ക് അവിടെ ഉണ്ടല്ലോ. ഷൂ അല്ല ഇവിടെ ഊരി വെച്ചു. നമ്മളിനി നമ്മുടെ ഇതിലേക്ക് പോവുകയാണ് കേട്ടോ. അതെ, നല്ല വൃത്തിയുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല വൃത്തി. ഇതാ പരിപാടി. ഇതിലെവിടെ കിടക്കുക? ഇവിടെ എവിടെയെങ്കിലും കിടന്നാലോ? ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. സംഭവം പൊളിച്ച് ഏതെങ്കിലും ഒരു മൂല. ഇതാണ് പരിപാടി കേട്ടോ. അതായത് ഇരുന്നല്ല, കിടന്നാണ് പോകുന്നത് അല്ലേ. ഇത് ആദ്യം അനുഭവം. ഫ്രണ്ടിലേക്കൊന്ന് ഇറങ്ങി നോക്കാവേ. സംഭവം AC കേട്ടോ. നിസ്കാര റൂമൊക്കെ ഉണ്ട്. അത് ഇതാണ്. ചാർജ് ചെയ്യാനുള്ള സ്ഥലം ഇല്ലേ? ചാർജ് ചെയ്യാനുള്ള ഉണ്ടോ? എല്ലായിടത്തും ഉണ്ട്. നമുക്ക് ആ ബേക്കിലൊന്ന് പോയി നോക്കിയാലോ. എന്ത് ചാർജ് ഇപ്പം ചെയ്ത് നടക്കൂലല്ലേ? ഷിറ്റ് ആയല്ലോ. ചാർജിങ് പോർട്ടുകൾ ഉണ്ടോ? അതെ, ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടോ? ഓപ്പണോ? ഇത് തുറക്കൂല. സാധനങ്ങളെല്ലാം എടുത്തോണ്ടിരിക്കും കേട്ടോ.
ബോട്ടിൽ നമുക്ക് കിടന്ന് യാത്ര ചെയ്യാം. വീഡിയോ എല്ലാം മനസ്സിലായില്ലേ? അങ്ങനെയാണെന്ന് എല്ലാം മനസ്സിലായില്ലേ? തുറന്നാ താഴെ വീഴുന്നു. ട്രെയിനുകൾ പോയിരിക്കുന്നത്. ബോട്ട് യാത്ര ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം അല്ലേ? പക്ഷെ ബെഡൊക്കെ അടിപൊളിയാട്ടോ. ഇതിൽ നീണ്ട് കിടന്നോ, നീ കൂർക്കൊന്നും വലിക്കരുത് രാത്രി. ഇപ്പോഴേ പറയാണ്ടിരിക്കുക. ഇതിൽ ചാർജർ കുത്തി കയറ്റിയാലോ നമുക്ക്. ഇത് കണ്ടോ, ഞങ്ങൾ ശരിക്കും ഒരു അഭയാർത്ഥി ക്യാമ്പിലാണ് കേട്ടോ. ഇതുവരെ സഞ്ചരിക്കാത്തൊരു സാധനത്തിലെത്തി. ഇതുണ്ടോ, ഇത് 24 മണിക്കൂർ എങ്ങനെ ഇരുന്ന് പോകും. ഫുള്ള് ആൾക്കാര്, ഫുള്ള് എല്ലാവരും ഹാപ്പി, ഫുള്ള് ഫാമിലി. ഇതുണ്ടോ, സീറ്റ് തികയാത്തണ്ടേ, നമ്മളതാണ് അങ്ങേ മൂലയിൽ കേട്ടോ. സീറ്റ് തികയാത്തതുണ്ട്. ഇതുണ്ടോ, ഫുള്ള് ആളുകൾ, ഫുള്ള് എല്ലാവരും അങ്ങനെ ഫാമിലി ആയിട്ട് എല്ലാവരും അങ്ങനെ സെറ്റായിട്ട്. എന്ത് ചെയ്യും, ഇതിലെങ്ങനെ ഇരുന്ന് പോകും 24 മണിക്കൂർ. കേന്ദ്രത്തിൽ ഞങ്ങൾ 2 മലയാളികൾ, ബാക്കി ഫുള്ള് ഇവിടുത്തെ ആൾക്കാരും വേറെ ഏതൊക്കെയോ നാട്ടിലെ ആളുകൾ ഉണ്ട് കേട്ടോ. എന്തായാലും ഇതൊരു ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്, ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. ഫുള്ള് ഉണ്ടോ, ഫുള്ള് സെറ്റപ്പാണ്. അപ്പോൾ ജിൻസ് അതാ അങ്ങേ തറ്റത്തോടൊപ്പം ഞങ്ങൾക്ക് ഏറ്റവും മൂലയിലാണ് കിട്ടിയത്. ഉണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഇത് പോകാനായിട്ടില്ല, 10:30 പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫുള്ള് സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുക. ഇത് പോയി കഴിഞ്ഞാൽ ആൾ നമ്മളോട് പറഞ്ഞു ഇത് തുറന്നിട്ട് മേലെയൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടുന്ന് എടുക്കണം. ഇത്രയും നേരമായിട്ടും കഴിഞ്ഞിട്ടില്ല കേട്ടോ. എന്നിട്ട് സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് ബാത്റൂം ഒന്ന് കണ്ടോക്കാം. ബാത്റൂമൊക്കെ നല്ല അടിപൊളി ബാത്റൂമാണ്. നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റാണ്. നല്ല കണ്ണാടിയൊക്കെ ഉണ്ട്, ഷാമ്പു, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതെവിടുന്നാണ് വെള്ളമൊക്കെ? എല്ലാവരും കിടക്കും അല്ലേ? അപ്പോൾ അത് സാധനങ്ങളെല്ലാം കയറ്റി കഴിഞ്ഞു കേട്ടോ. ഇത് കിടന്ന് ആടുന്നുണ്ടോ? ഭയങ്കരമായിട്ട് ആടും. പക്ഷേ ഈ ഗ്ലാസ് ഒന്ന് വൃത്തിയായിരുന്നെങ്കിൽ അല്ലേ? നല്ല ആടുന്നുണ്ട്. നമ്മൾ ബോട്ട് ഓടിക്കുന്നത് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെയാണ് ഇതിൻ്റെ ആൾക്കാർ മൊത്തം ഇരിക്കുന്നത്. അപ്പോൾ തുടങ്ങാൻ പോവാണ് കേട്ടോ. ഇവിടെ ഇരിക്കാനൊരു അവസരം കിട്ടുമോ? ഇത് റേഡിയോ ഇരിക്കുന്നു, കൺട്രോൾ സാധനങ്ങളൊക്കെ. ചേട്ടൻ്റെ പേരെന്ന് ചോദിച്ചാലോ? പുള്ളി പേര് പറഞ്ഞു, നമുക്ക് മനസ്സിലായില്ല. ഇതൊക്കെ ഫുള്ള് ബോട്ടുകളും കാര്യങ്ങളും കിടക്കുന്നത്. ഫ്രണ്ട് ഇവിടെ നിന്നാണ് ഇറങ്ങൂല്ലേ? ആ ഗ്യാപ്പിൽ കൂടി ഇറങ്ങി അങ്ങനെ പോകും. മൊത്തം ഐലൻഡുകളുടെ അടുത്ത് കൂടി നമ്മൾ പോവാ. തിരിച്ച് കൺട്രോൾ പുള്ളി അവിടെ കസാലിട്ടിരിക്കും, ഫുള്ള് കൺട്രോൾ ചെയ്യും. ഇതിന്റെ എനിക്കൊന്ന് മാപ്പാണ് തോന്നുന്നത്, GPS ആയിരിക്കും. ഇവിടെ കണ്ടോ കയറുകളും കാര്യങ്ങളൊക്കെ ഊരുകയാണ്. ഓ, അവിടെ ഒരു ചേട്ടൻ വെള്ളത്തിൽ കണ്ടോടാ. ആ ചേട്ടൻ ഇതിന്റെ ഇത് എടുക്കുക, മറ്റേ സാധനം അപ്പുറത്ത് അവിടെയാന്ന് തോന്നുന്നു. ആ, പുള്ളി താഴേക്ക് ഇറങ്ങി. ഇവരെല്ലാവരും നമ്മള് നല്ല കമ്പനിയാണ് കേട്ടോ. കാര്യം പറഞ്ഞാൽ അപ്പൊ തന്നെ അവർ ചെയ്തൊക്കെ തരും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ 18 മണിക്കൂറുള്ളൂ അല്ലേ? ഓക്കെ. ഇതിന്റെ ഗിയർ ഞാനൊന്ന് കാണിച്ചുതരാം. അല്ല, ഇത് ബാക്കോട്ട് വയ്ക്കാം. യെസ്, അതേടാ, മറ്റേത് സ്പീഡ്. മോശം നമ്മളിങ്ങോട്ട് വന്നു എല്ലാരും കയറി വരുമോ? എല്ലാരും കയറി വരുമോ? എല്ലാ സെറ്റപ്പും ഉണ്ടെന്നേ. ഈ ചേട്ടൻ നമ്മളെ വലിച്ചോണ്ട് പോവാണോ? അല്ല, കയറും കൊണ്ട് പോകുന്നേ ഉള്ളടാ. കാരണം ഇതെല്ലാം കെട്ടിയിട്ടേക്കല്ലോ, അതൊന്നും കുടുങ്ങാൻ പാടില്ലല്ലോ. ഇതൊക്കെ ജീവനക്കാരാട്ടോ. ഇത് ഈ നടക്കുന്നതല്ലേ, എല്ലാം സെറ്റപ്പ് ആക്കി തന്നു. ആകാശിരിക്കണ നോക്കിയേ, മഴക്കാറാണോ മോനെ? എന്തായിരിക്കും സംഭവം? എന്തായിരിക്കും സംഭവം? പുറത്തേക്ക് ഇതാക്കി വിടാനുള്ള ഇതായിരിക്കും. ആഴമുണ്ട്.
നങ്കൂരാണോ? എന്താ സംഭവം അറിയില്ല കേട്ടോ. ചിലപ്പോൾ നങ്കൂരിട്ടതിൻ്റെ അതിങ്ങനെ എടുക്കുമായിരിക്കും. ഇതുകൊണ്ടോ ഇതേപോലെ കുറേ കയറുകളുണ്ട് കേട്ടോ ഈ ബോട്ടുകളുടെയൊക്കെ. അപ്പം അതെല്ലാം മാറ്റി ഇതിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടി ആ ഗ്യാപ്പിൽ കൂടിയാണ് കിടക്കണം. അവിടെ അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ. കടലാണ്, ന്യൂട്രലാണ്. ഇതുണ്ട്, ഈ കയറുകളിലൊന്നും കുടുങ്ങാൻ പാടില്ല. അതുകൊണ്ടാണ് മാറ്റുന്നത് കേട്ടോ. പിന്നെ അത് മാത്രം, ഇത് ഇങ്ങനെ വഴി നോക്കി പോണ്ടേ? കറക്റ്റ് ആ ഗ്യാപ്പിൽ കൂടി ഇറക്കണം. ആ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. ഈ താഴെ കൂടെ ഒരാൾ കൂടി വരും. മെല്ലെ മെല്ലെ തിരിയുന്നല്ലേ സംഭവം. പൊളി പൈപ്പ. അങ്ങോട്ട് കിടക്കുന്നുണ്ട് ഒരു ബോട്ട്, ചെറുത് കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ. ഇനിയിപ്പോൾ കയറിൻ്റെ പ്രശ്നമില്ല. ഇനി നമ്മളിതേ ഉള്ളിലേക്ക് ഇറങ്ങാണ്. വെള്ളം നല്ല ഇളക്കാണല്ലോ. പക്ഷെ ഇതെന്താ പ്രത്യേകത എന്നറിയോ? ഇത് ഫുള്ള് ലോഡാ. അതുകൊണ്ട് അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. പക്ഷെ പറയാൻ പറ്റില്ല. എന്നാലും എത്ര ലോഡാണെങ്കിലേ പിന്നെ ഇതിൽ പാസഞ്ചേഴ്സിനല്ല ഒരു പ്രാധാന്യം കൊടുക്കുന്നത്, ലഗേജിനാണ് പ്രാധാന്യം. അങ്ങനെ നമ്മള് അറേബ്യൻ സീയിൽ കൂടി അല്ലേ മോസേ? അറേബ്യൻ സീ കൂടി നമ്മൾ അങ്ങനെ പോവുകയാണ്. ഇന്ത്യൻ ഓഷ്യനിലേക്ക് കയറും. മേൽഭാഗത്തേക്കല്ല പോന്നെ. അത് നമ്മളിപ്പോ പോകുന്ന ഐലൻഡ് ഇല്ലേ, ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ലക്ഷദ്വീപിന്റെ ഒക്കെ കുറെ താഴെയായിട്ട് വരുന്ന. അവിടുന്ന് ഒരു ബോട്ട് നോക്കിയാലോ? ലക്ഷദ്വീപിലേക്ക് ഒരു ബോട്ട് പറ്റില്ലല്ലോ, പെർമിറ്റ് വേണം. അങ്ങനെ നമ്മള് ഉള്ളിലേക്ക് കടലിലോട്ട് ഇറങ്ങും. ഈ ചേട്ടനാട്ടോ നമ്മുടെ ഡ്രൈവർ, കപ്പിത്താൻ. ക്യാപ്റ്റൻ. ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ദ്വീപുകൾ ഇങ്ങനെ കാണാം കേട്ടോ. അതാണ് മെയിൻ. ഇതൊക്കെ അപ്പുറത്ത് കണ്ടോ. അപ്പം അങ്ങനെ നമ്മള് നീണ്ട 18 മണിക്കൂറത്തെ യാത്രയ്ക്കുള്ള തുടക്കം കുറിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മേളിലൊരു വടക്ക് നോക്കിയന്ത്രമുണ്ട്. പിന്നെ മീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അതേപോലെ നമ്മളിപ്പോൾ 15 കിലോമീറ്റർ സ്പീഡ്, 15 ആയിട്ടില്ല, 13 കിലോമീറ്റർ സ്പീഡിലാട്ടോ പോണേ. ഇതുണ്ടോ 13 കിലോമീറ്റർ സ്പീഡ്. ഇതാണ് ഇതിൻ്റെ മൊത്തം ഒരു മീറ്റർ കൺസോൾ വരുന്നത്. പൊളി പൊളി. ഇവര് നിന്നിങ്ങനെ ഓടിക്കണം അല്ലേ? അതൊക്കെ ബുദ്ധിമുട്ടാണ് ശരിക്കും. ഇവിടെ എന്തൊക്കെയോ കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയ്യോ വല്ലാത്ത ലുക്ക് തന്നെ അല്ലേ. പിന്നെ ഇപ്പുറത്ത് നമുക്ക് GPS-ൻ്റെ ഒരു സെറ്റപ്പ് കൂടി കാണിച്ചു തരാം. കറക്റ്റ് പോകുന്ന റൂട്ട് ഇവിടെ കാണിക്കും. കേട്ടോ ഇങ്ങനെയാണ് GPS കേട്ടോ. വഴി പോകുന്ന വഴി നീലയിൽ കാണിക്കുന്നുണ്ട്. അടിപൊളി. ഇതിലെന്തൊക്കെയാ എഴുതി വെച്ചേക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സാധാ മാപ്പ് പോലെയല്ല, കറക്റ്റ് വഴി. മോസസേ ഇതിൽ വഴി കണ്ടോ? നമുക്ക് അങ്ങനെ എല്ലാ സൈഡിൽ നോക്കിയാൽ കാണൂല കേട്ടോ. ഇത് അപ്പൊ കാണാം, അല്ലെങ്കിൽ കാണാൻ പറ്റുന്നില്ല ഗൈസ്. വേറെന്താ സെറ്റപ്പാ. അങ്ങനെ ദേ മഴ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇതൊക്കെ ഗ്ലാസൊക്കെ നോക്കി വെള്ളം അടിച്ചിട്ട്. മോശം നമുക്കേ ബേക്കിലൊരു വ്യൂ കണ്ടാലോ. വെള്ളം ഇങ്ങനെ തെറിച്ച് പോണ ഒരു വ്യൂ കൂടി കാണാം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് വെള്ളം പോകാൻ ഒരു കാഴ്ച കാണാം കേട്ടോ. ഇത് നോക്കിയേ. അയ്യവാ ആ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ? നല്ല നീല കളർ വെള്ളം. അതിങ്ങനെ അടിച്ച് പോകണം നോക്കിയേ.
മഴയും പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നത് കറക്റ്റ് അറിയണമെങ്കിൽ ഫ്രണ്ടിൽ തന്നെ കാണും കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ചൈനക്കാർ പണിത് കൊടുത്ത പാലം. നമ്മുടെ ഇന്ത്യൻ പാലം പണി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറ സൈഡിൽ. അയ്യോ അടിപൊളി. ഒരു 15 കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ കേട്ടോ, വലിയ സ്പീഡൊന്നുമില്ല. അതുകൊണ്ടാണ് തോന്നുന്നു ഈ 18 മണിക്കൂർ യാത്ര വരുന്നത്. മോസസ് വരുന്നേ ഇല്ലല്ലോ അവിടുന്ന്. നമ്മുടെ സ്വന്തം വീടാത്. ഇവിടെയാണ് സെറ്റപ്പ് കേട്ടോ. സാധനങ്ങൾ മൊത്തം ഇരിക്കണമെങ്കിൽ ആ കൂടെ ഒരു കാറ് വരെ ഉണ്ടെന്നാണ് അല്ലേ? കാറ് ഇത് സംഭവം പൊളിയാ കേട്ടോ. അപ്പോൾ മോസസ് എനിക്ക് വേണ്ടി ചായ ഇച്ചിരി പാൽപ്പൊടി കൂടുതലിടറാ, അതിൽ കുറച്ചും കൂടി ഇട്ടോ, എന്നിട്ട് പാലായിട്ട് കുടിക്കാം കേട്ടോ. എന്തായാലും ഇത്രേ ഫുള്ള് ലഗേജ്, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഫുള്ള് സാധനങ്ങളാട്ടോ. ഇതേ ഒരു സ്കൂട്ടർ ഇരിക്കുന്നത്, ഓട്ടോറിക്ഷ. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞു അല്ലേ? അടിപൊളി. മേളിലുള്ളവരെല്ലാവരും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇലക്ട്രിക് ആട്ടോ, വലിയ കെറ്റില് ഇലക്ട്രിക് ആട്ടോ. അപ്പോൾ സംഭവം ചാർജ് ആയിക്കോളൂ, ഒന്നും നോക്കാനില്ല. പിന്നെ നമുക്ക് വേണ്ടിയുള്ള ഫുഡ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അപ്പുറം ബേക്കിലേക്ക് ഒന്ന് പോയി കാണിക്കാവേ. ചേട്ടന്മാരൊക്കെതിരെ ജീവനക്കാരാട്ടോ. അത് ഇത് കേട്ടോ, നമുക്കുള്ള മാഗിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. അതേപോലെ മീനുണ്ട്. നോക്കിയേ, അപ്പോൾ നമ്മൾ ഏറ്റവും ബേക്കിലാട്ടോ നിൽക്കുന്നത്. ഇത് വല്ലാത്തൊരു ഫീല് തന്നെ. ബോട്ടിൻ്റെ സൗണ്ട്. അവിടെ ഇവിടെയൊക്കെ ഓരോ ഐലൻഡും കാര്യങ്ങളൊക്കെ കിടക്കണതൊക്കെ പൊളി പൊളി. ഇവിടെ ഫുള്ള് മീൻ വെച്ചുള്ള ഫുഡേ കിട്ടുള്ളൂ കേട്ടോ. അതായത് മീനെന്ന് പറഞ്ഞാൽ നമുക്ക് ടൂണ ഫുഡ് വെച്ചുള്ള ടൂണ മീൻ വെച്ചിട്ടുള്ള ഫുഡ് അത് ഇതിലേക്ക് ഇട്ടോടാ, വേസ്റ്റിലേക്ക് കിട്ടും. ഇത് പൊളിയല്ലേ? കണ്ടോ, ഇത് ഓരോ പ്രൈവറ്റ് ഐലൻഡുകളാട്ടോ, റിസോർട്ടുകളാണ്. അത് ഫുള്ള് വെള്ളത്തിലുള്ള റിസോർട്ടുകളാണ് സംഭവം. അതേപോലെ ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിലും നമുക്കിവിടെയും കാണാം കേട്ടോ. അതുകണ്ടോ, ഫുള്ള് റിസോർട്ടുകളാണ്. നമ്മൾ പക്ഷേ നമ്മുടെ മലയിൽ നിന്ന് അധികം ദൂരമൊന്നും പോന്നിട്ടില്ല കേട്ടോ. കുറഞ്ഞ ദൂരം ഇങ്ങ് പോന്നിട്ടേ ഉള്ളേ. ഓക്കെ, അടിപൊളി. അതെ, നമുക്ക് താഴേക്കൊന്ന് ഇറങ്ങി നോക്കാം കേട്ടോ. അവിടെ ഫുഡ് കൊടുക്കുന്ന സമയമായിട്ടുണ്ട്. നമുക്ക് താഴെ പോയി ഫുഡ് കഴിക്കാം. എല്ലാവരും കഴിക്കാൻ തുടങ്ങിയല്ലോ. ഓരോ ഇതാണ് ഇതിൻ്റെ എൻജിൻ വരുന്നത് കേട്ടോ. എൻജിൻ നോക്കി. അയ്യോ, ഇത് ശരിക്കും പുതിയൊരു ബോട്ടാട്ടോ. ഈ മാല ഐലൻഡിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ബോട്ടാണിപ്പോൾ ഇത്. ജ്യൂസ് ഉണ്ട്, നമുക്ക് ആ കൂടെ കഴിക്കാനും ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ കയറിയപ്പോൾ ഉള്ള ആദ്യത്തെ ഫുഡാണ് കേട്ടോ. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ആഹാ, നൂഡിൽസും, അതായത് ടൂണ ഫിഷിൻ്റെ നൂഡിൽസും മുട്ട പുഴുങ്ങിയതും. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫുഡ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. എൻജിൻ റൂമാണ്, ഒരു രക്ഷയില്ല. ഫാനൊക്കെ ഇട്ടിട്ടുണ്ടേ എല്ലാം. എങ്ങനെയുണ്ട്? അടിപൊളി സാധനമല്ലേ? ട്യൂണ ഫിഷ് ആട്ടോ അല്ലേ? അടിപൊളി. അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡെല്ലാം കഴിച്ച് മേളിലേക്ക് വന്നു കേട്ടോ. ഫുഡ് അടിപൊളി ഫുഡ്. അതായത് ട്യൂണ ഫിഷ് ഇട്ടിട്ട് ഉണ്ടാക്കിയേക്കുന്ന നൂഡിൽസ് ആട്ടോ. സാധാരണ നൂഡിൽസ് അല്ല, അതിൽ വെജിറ്റബിൾസ്, ക്യാരറ്റ്, സവോള, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു. ട്യൂണ ഫിഷ് ഇട്ട്, അതായത് ഈ ട്യൂണ ഫിഷ് ഒരു പ്രോസസ്സ് ചെയ്തൊരു സാധനമുണ്ട് കേട്ടോ. അതായത് വെള്ളത്തിലിട്ട് പുഴുങ്ങിയിട്ട് അതിങ്ങനെ ഉണക്കിയെടുക്കും. ആ സാധനം അടിപൊളി സാധനം, നമുക്ക് പച്ചക്കൊക്കെ കഴിക്കാതെ. അപ്പോൾ ആ സാധനമൊക്കെ ഇട്ട് ഉണ്ടാക്കിയൊരു സാധനമാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മെയിൻ നമ്മുടെ ക്യാബിനിലേക്ക് ഒന്നും കൂടി പോകാം. എല്ലാവരും കറക്റ്റ് നേരത്തെ പറഞ്ഞല്ലേ, അഭയാർത്ഥി ക്യാമ്പിൽ കിടക്കുന്ന ഒരു ഫീലാട്ടോ. പക്ഷേ സംഭവം അടിപൊളിയാണ്. 1:30 ആയപ്പോൾ ഫുഡ് കിട്ടി. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 3:30 ആകുമ്പോഴത്തേക്കും നമുക്ക് ചായ ഉണ്ട് കേട്ടോ. മോസസ് ഫുൾ ടൈം ഇവിടെ കേട്ടോ, ഇവിടുന്ന് മാറുന്നേ ഇല്ല. ഇതുണ്ടോ മോശേ, അന്തരംഗം എത്തിയാ? നല്ല കാര്യം. എനിക്ക് ഓടിക്കാൻ തരാന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് പറയണേ, എനിക്കൊന്ന് ചാടാനാ വെള്ളത്തിലേക്ക്. അത് ഇതേപോലത്തെ അല്ല, മീൻ പിടിക്കുന്ന ചരക്ക് മാത്രം കൊണ്ടുവന്നാണോ. പിള്ളേരൊക്കെ എവിടേക്കാ കയറി? അതൊക്കെ ജേസി ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അടി ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ സാർ. നേരത്തെ പുള്ളി അല്ലല്ലോ, പുതിയ ആള്.
എന്ത് സിമ്പിളായിട്ട് ഓടിക്കണം അല്ലേ? GPS ഉണ്ടോ? ഇതാണ് ആ ബ്ലൂ ലൈൻ ഇല്ലേ, അത് അതിന്റെ ബോർഡർ ലൈനാണ്. നേരത്തെ എനിക്ക് പറഞ്ഞാ അതിങ്ങനെ തിരിയും. അപ്പൊ ബോർഡർ ലൈൻ നോക്കിയിട്ട് ബോർഡർ ലൈനിന് പുറത്തേക്ക് പോരുന്നു. അതാണ് നമ്മൾ പോകുന്ന കറക്റ്റ് ചാലല്ലേ? ഒന്നുമില്ലല്ലോ മോശം, ചുറ്റിനും വെള്ളം മാത്രം. വൈകുന്നേരം സൺസെറ്റ് അടിപൊളിയാ. ചെക്കൻ മേലെ കൊണ്ട് നമ്മളെ സൺസെറ്റ് കാണിക്കോ? നമ്മളെ മാത്രം കൊണ്ടുവന്ന് പറഞ്ഞു. പറയണ്ട, ഞാൻ വന്നപ്പോ തന്നെ ചെക്കന് 50 റുപ്യ എടുത്ത് കൈ കൊടുത്ത് വളച്ചെടുത്തു. നമ്മുടെ നാട്ടില് KSRTC ബസ്സിൽ കയറി ഈ ഫ്രണ്ട് സീറ്റിലിരുന്നിട്ട് ഡ്രൈവറോട് വർത്താനൊക്കെ പറയില്ലേ, അതേപോലെ ഇവിടെ ആൾക്കാര്. അതായത് ബോട്ടിന് മുമ്പിൽ വന്ന് അവരുടേതായ രീതിയിൽ കുശലൊക്കെ പറഞ്ഞ്, അപ്പൊ നമുക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും അവരെ ചിരി കാണാൻ പറയാം, എന്തോ ചിരിക്കുന്ന കാര്യമാണ്. ഇവിടെ ചെറിയൊരു, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല, അവിടെ ചെറിയൊരു കളർ ചേഞ്ച് ഇനി ഒരു 2 വർഷത്തിനുള്ളിൽ ചിലപ്പോ അതും മിക്കവാറും ഒരു പുതിയ ഐലൻഡ് ആയിട്ട് മാറും. സംഗതി രസാട്ടോ. നമ്മള് വന്നിട്ട് എല്ലാവർക്കും വേണമെങ്കിലടാ എല്ലാരും വന്ന സീ ഫ്ലൈറ്റിലേക്ക് പോവാ, ഐലൻഡുകളിലോട്ട് ഇങ്ങനെ പോകണം. ഇത് പോകണം. നമ്മള് ശരിക്കും ശ്രീലങ്ക പോയപ്പോഴും നമ്മള് ലോക്കൽ ട്രാൻസ്പോർട്ടുകളല്ലേ കൂടുതൽ ഉപയോഗിച്ചത്. ഇവിടെ വന്നിട്ട് നമ്മൾ അതുപോലെ ലോക്കൽ ട്രാൻസ്പോർട്ട് എവിടെ നോക്കിയാലും ഐലൻഡ് അല്ലേ? ഐലൻഡ് ഇഷ്ടം പോലെ ഐലൻഡ്, അതുണ്ട് ചെറിയ ചെറിയ ഐലൻഡ്. അതായത് 200 മേലെ ജനങ്ങൾ താമസിക്കുന്ന ഐലൻഡ് ഉണ്ട്. ഒരു 190 മേലെ മറ്റേ താമസമില്ലാത്ത സാധാ ഐലൻഡ്. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ അവിടെ കളർ ചേഞ്ച് കേട്ടോ, അതൊക്കെ ഒരു ഐലൻഡ് പറയുന്ന സ്ഥലത്തുമ്പോ മനസ്സിലാവില്ല, നേരിട്ട് കാണാം. പക്ഷെ ആരെയൊക്കെ യാത്ര ചെയ്യണം. ഇതൊക്കെ ശരിക്കുണ്ടല്ലോ, ഇതൊക്കെ ഇവിടെ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് കാര്യങ്ങൾ ചെയ്യാം. ഏജൻസിയോ ടൂർ ഏജൻസിയോ ഒന്നും വേണ്ട, ഡയറക്റ്റ് നമുക്ക് വന്ന് നമുക്ക് ഒരു ഗൈഡ് ചെയ്യാൻ ഒരാളെ കിട്ടി. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ബിജുവശന ഉള്ളതുകൊണ്ടാണ് നമ്മളോട് ഇന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്നിട്ട് ഇന്ന സ്ഥലത്ത് ടിക്കറ്റ് എടുത്തോ, ഇന്ന സ്ഥലത്ത് താമസിച്ചോ, അപ്പൊ നമ്മൾ അവിടെ പോയി നമുക്ക് ഗൈഡ് ചെയ്തു. ലൈറ്റ് ഹൗസ് ആണ് കേട്ടോ. അതിന്റെ അടുത്ത് പക്ഷികളോ അതിലുണ്ടോ? അതാ പറക്കുന്ന നടക്കണോ കാണുന്നുണ്ട്. വേറെ രസം കണ്ടോ? അതിന്റെ അടുത്തേക്ക് എത്തിയപ്പോഴേ വെള്ളത്തിന്റെ കളർ മാറി. അത് ആ ഭാഗത്ത് ആഴമില്ല. അപ്പൊ അത്രയും മണ്ണായിട്ട് സംഭവം പൊളി വൈബ് കേട്ടോ. പ്രാവ് പോലത്തെ പക്ഷിയാണ് അതിന്റെ മേലെ. പ്രാവ് പോലത്തെ പക്ഷിയല്ലേ? മൊത്തം കാഷ്ടിച്ച് അതിന്റെ അത് പെയിന്റ് അടിക്കാൻ വെളുത്തു അല്ലേ? അപ്പതാ നേരെ മുമ്പിലൊരു ഐലൻഡ് കാണുന്നുണ്ട് കേട്ടോ. നേരെ മുമ്പിലൊരു ഐലൻഡ്, ഫുള്ള് ഐലൻഡ്. അത് മീൻ പിടിക്കുന്നത്. അവിടെ റിസോർട്ട് ഐലൻഡ് ഉണ്ട്, അവിടെ ഒരു ഐലൻഡ് ഉണ്ട് കേട്ടോ. ഐലൻഡുകളുടെ അയ്യരുകളിയാണ്. എന്തോ ഒരു ഐലൻഡ്. ഇതേണ്ട, ട്രൈ ചെയ്ത് നോക്ക്. എന്തൊക്കെയത്? അടക്കയും തേങ്ങ അല്ലേ? തേങ്ങ ഉണ്ടോ? കൊപ്ര തിന്നോ? താങ്ക് യു. മധുരമൊക്കെ ഉണ്ടല്ലോ. എനിക്കിഷ്ടപ്പെട്ട് ഞാൻ എടുക്കുന്നു ഗോപാലൻ. ഇതിനകത്ത് ഓയിലാ, പക്ഷെ നല്ല ചൂടുണ്ട്. ഇത്ര നേരം കറക്കിയതിന്റെ അല്ലേ? അതെനിക്ക് സൗണ്ട് കേട്ടപ്പോ ഒരു വേറെന്തോ ഒരു സൗണ്ട് ഒക്കെ. സ്പ്രിങ്ങിന്റെ അല്ലേ? അതിന്റെ ട്രാക്ക് കറക്റ്റ് കാണുന്നുണ്ടോ? ആ ബ്ലൂ ട്രാക്ക് നോക്കിയിട്ട് വേണം നമ്മളിങ്ങനെ പോവാൻ. ഇപ്പൊ 15 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. 15 നോട്ടിക്കൽ മൈൽ. 18 നീ കണ്ണാടി ഒരുക്കി. നീ കണ്ണാടി വെച്ചതിന്റെ എന്താ വിഷയം? അത് ഞങ്ങൾ ഡോൾഫിനെ കാണാൻ വേണ്ടിയാട്ടോ നിൽക്കുന്നത്, പക്ഷെ ഒന്നിനും കാണുന്നില്ല. കണ്ടോ, കാഗി എന്ന് പറയുന്ന ഒരു ഐലൻഡ് ആട്ടോ. ഒരു പ്രൈവറ്റ് ഐലൻഡാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. ഓക്കെ, അടിപൊളി പ്രൈവറ്റ് ബീച്ചും എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. അപ്പുറത്തൊക്കെ പുതിയ ഐലൻഡുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങതാ അവിടെ പുതിയൊരു ഐലൻഡ് വരുന്നുണ്ട്. കാണുന്നുണ്ടോന്ന് അറിയില്ല, കണ്ടില്ലേ? അത് പുതിയൊരു ഐലൻഡ് വരുന്ന കേട്ടോ. ഇതൊക്കെ ഫുള്ള് തെങ്ങ പിടിപ്പിച്ച് അതിൻ്റെ അത് ടവർ വരെ ഉണ്ട് കേട്ടോ. സംഭവം കൊള്ളാല്ലേ? ഇനി അങ്ങോട്ട് ഫുള്ള് നീല അല്ല, നമ്മള് പച്ച വെള്ളം കേട്ടോ ആ സൈഡ്.
കണ്ടോ ആകെ ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷെ അവിടെ വമ്പ റിസോർട്ട് നോക്കി സംഭവം പൊളിച്ചല്ലേ. അപ്പുറത്ത് പുതിയ ഉണ്ടാക്കുന്നുണ്ടോ? മണ്ണിട്ട് നയത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫ്രണ്ടിലൊക്കെ ഐലൻഡാണ്. എന്തൊക്കെയോ പറയുന്നത്. അപ്പോൾ അതേ ചായ വന്നു കേട്ടോ. ചായ ഉണ്ട്, 2 തരം ക്രീം ബിസ്ക്കറ്റും ഉണ്ട്. ഇതുണ്ടോ ചോക്ലേറ്റ് ക്രീമും ഉണ്ട്, അതേപോലെ ഇതുണ്ടോ വാനില ക്രീമും ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചായ. ചായ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് താഴെ പോയി ഉണ്ടാക്കിയൊക്കെ കുടിക്കാം കേട്ടോ. ഇത് നോക്കിയേ, ഒരാൾ നല്ല ഉറക്കമാണ്. എന്തായാലും നമുക്ക് വേഗം ചായ കുടിക്കാം. ഞങ്ങൾ അടിയിൽ വന്നിരിക്കുക കേട്ടോ. നല്ല രസമാണ് ഈ കടലിലേക്ക് നോക്കി എങ്ങനെ ഇരിക്കുക. അതൊക്കെ അടിപൊളി. ഇപ്പോൾ ദ്വീപുകളൊക്കെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കാണാം, എന്നാലും നേരത്തെ അത്ര ഒന്നും ഇല്ല കേട്ടോ. മോശേ എന്തേ നല്ലൊരു ഉറക്കം ഉറങ്ങി നല്ല സുഖം. ചെറിയൊരു ഉറക്കം ഉറങ്ങി കേട്ടോ ഞങ്ങള്. ഇവിടെ നമുക്ക് രാത്രിക്കത്തേക്ക് വേണ്ടിയുള്ള ഫുഡ് ഉണ്ടാക്കും. ബിരിയാണിയാണ് തോന്നുന്നത്. മോസസ് എന്തിനാ ഇവിടെ ഇരിക്കുന്നതെന്നറിയോ? മോസസിന് ഐസ് ഒഴുകി വരുന്ന കാണുന്നത്. ടൈറ്റാനിക്കിലെ പോലെ ഐസ് വരുന്ന കാണുന്നത് അവര്. നോക്കാം, ഐസിനെ കാണാം. നമുക്ക് ഐസ് വരും. ഐസ് അല്ല വരിക, ഡോൾഫിൻ ഉണ്ടാവും. ഡോൾഫിൻ ഉണ്ടാവും, പക്ഷെ അത് ഫ്രണ്ടിൽ പോയി നിൽക്കണം. അങ്ങനെ സൂര്യാസ്തമയായിട്ടോ. നമ്മൾ രാവിലെ 11 മണിക്ക് കയറിയതാണ്. താഴേക്ക് ഇറങ്ങുന്ന കാണാൻ പറ്റില്ല, കാരണം മേഘങ്ങൾ മറയ്ക്കും. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് കാണാമായിരുന്നു. ഏട്ടന്മാരും ഒച്ചപ്പാടും മേളുമാണ്. മൂടി മൂടി പോണുണ്ടോ? എന്ത് പെട്ടെന്ന് അവിടെ എത്തിയല്ലേ. അപ്പൊ നമ്മൾ പോണത് എങ്ങനെയാന്ന് നോക്കി. ഇപ്പൊ ഐലൻഡുകളൊന്നും കാണുന്നില്ല കേട്ടോ. മൊത്തം ഓം ശൂന്യം. മൊത്തത്തിൽ ഇരുട്ടായി തുടങ്ങി. സൂര്യൻ ചേട്ടൻ താഴോട്ട് പോകുന്നു. അപ്പൊ നമ്മുടെ നൈറ്റ് ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇത് തന്നെ പരിപാടി ഉള്ളൂ കേട്ടോ. തിന്നാ ഉറങ്ങാം, ഇത് തന്നെ പരിപാടി. ബിരിയാണി എന്താ കേട്ടോ. എൻ്റെ കൂടെ ഒരുത്തരുണ്ടായിരുന്നല്ലോ. ഈ ചേട്ടനൊക്കെ ഇത് പണിക്കാരൻ, അതായത് ഹെൽപ്പറും കാര്യങ്ങളൊക്കെ കേട്ടോ. നാം ക്യാ ഹേ? നാം ആവലാദ്. എങ്ങനെയുണ്ടാ മോസേ? കൊള്ളാം. ഇതാണ് നമ്മുടെ ഷെഫ്. അപ്പൊ നമുക്ക് വേഗം ഫുഡ് കഴിച്ചിട്ട് മേളിൽ കയറി പോയി കിടന്നുറങ്ങാം. മീനുണ്ട്, മീൻ ബിരിയാണി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് നമ്മുടെ കപ്പിത്താന്റെ കൂടെ കുറെ നേരം പോയി സൊറ പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ആദ്യത്തെ ഒരു അനുഭവം കേട്ടോ. അതായത് ഈ ബോട്ടിങ്ങിന് പോകുമ്പോൾ ബോട്ടിന്റെ അകത്ത് വെട്ടമിടും, പക്ഷെ മുമ്പിലേക്ക് വെട്ടവും വെളിച്ചവും അങ്ങനെ ഒന്നുമില്ല. ഫുള്ള് ഇരുട്ട് മാത്രം. വേറെ ലൈറ്റ് ഒന്നും ഇടൂല. ജസ്റ്റ് ഒരു ചുമപ്പ് ലൈറ്റ് എവിടെയോ ഇങ്ങനെ മിന്നും, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് വേറെ ലൈറ്റ് ഒന്നും ഇല്ല. GPS നോക്കി പോവുള്ളൂ, വേറെ ഒന്നുമില്ല അല്ലേ. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മുടെ മാൽദീവ്സിന്റെ ഐലൻഡ് ജീവിതം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇന്ന് വരെ ആരും കാണിക്കാത്ത രീതിയിലുള്ള വീഡിയോസ് ആണ് നമ്മൾ കാണിക്കുന്നത്. തനി നാടൻ വ്ളോഗ്സ്. അതായത് അവിടെ പോയിട്ട് ചൂണ്ടയിടുന്നു, മീൻ പിടിക്കുന്നു, കഴിക്കുന്നു. പിന്നെ ഇന്നിപ്പോ നമ്മള് രാത്രി പോയി, നമ്മൾ രാവിലെ അവിടെ എത്തും. അപ്പൊ നാളെ രാവിലെ തൊട്ടുള്ള കാഴ്ചകൾ നമ്മളെ ന്യൂമാൻ സാറ് വിളിക്കാൻ വരും. നമ്മുടെ വൈദ്യരിക്കാരനാട്ടോ. അത് വേറെ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. നാളെ രാവിലെ ന്യൂമാൻ സാറും നമ്മളെ അവിടുത്തെ ഐലൻഡുകളൊക്കെ, ദിദു എന്ന് പറഞ്ഞ ഐലൻഡാ, ദിദു ഫുള്ള് നമ്മളെ കവർ ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയൊക്കെ പറഞ്ഞോണ്ട് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ നമ്മുടെ എന്താ മറ്റേ ഇതെന്താ അതല്ല നമ്മുടെ മറ്റേ ഇതെന്താ ഇത് നമ്മൾ പറഞ്ഞത് രാവിലെ അഭയാർത്ഥി കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അഭയാർത്ഥി കേന്ദ്രത്തിൽ നിന്നും ക്യാമറാമാൻ ജിൻസിനൊപ്പം മോസസ്.
അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നതോടും വരെ ബൈ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.